ഹലോ ഗൈസ്, നമസ്കാരം. ദിഷാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ പുതിയൊരു കണ്ടൻറ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലൊന്ന് എല്ലാം റീചെക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുക, കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാളെ മുതൽ സ്കൂൾ ട്രിപ്പ് തുടങ്ങുകയാണ്. നാളെ മുതൽ സ്കൂൾ ട്രിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാനുള്ള സമയം അധികം കിട്ടില്ല. വണ്ടിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഫീൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലേക്കാണ് നിലവിൽ. ഓക്കെ, നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ റൗണ്ട് അബൌട്ട് കയറി നേരെ വന്നിട്ട് റൈറ്റ് എടുത്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എയർപോർട്ട് റോഡ്, ലോക്കൽ റോഡാണ്. ഇടേ സൈഡിൽ കാണുന്ന നവറ കോളേജൊക്കെയാണ്. ഇടേ സൈഡിൽ കാണുന്ന നവറ കോളേജാണ് അകത്തോട്ട്. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് നേരെ നവറ കോളേജിൻ്റെ മേളിൽ ആ റൗണ്ട് കണ്ടോ, പാലം മേളിലൊരു ബസ് പോകുന്നതാണ്, പോസ്റ്റർ. അതിലേക്കൂടെയാണ് മാക്സിമം യൂട്ടേഴ്സ് പോകുന്നത് എല്ലാ ട്രിപ്പിലും. ഇതിങ്ങനെ വർക്ക്ഷോപ്പ് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഇങ്ങനെ എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്നുള്ളൂ. ഇത് നേരെ വന്ന് ജോയിൻ ചെയ്യുന്ന എയർപോർട്ട് റോഡിലേക്കാണ്. ഇതാണ് എയർപോർട്ട് റോഡ്, ജോയിൻ ചെയ്തു. കഫീൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് മാഡത്തിനെ കൊണ്ട് എയർപോർട്ടിൽ വിടാൻ പറഞ്ഞു. അങ്ങനെ 7:15 വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 7:30 മണിയായപ്പോൾ വണ്ടിയിൽ മാഡത്തിനെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. മാഡത്തിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു, അതെല്ലാം കൊണ്ട് വീട്ടിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ പോയി റെഡിയായി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എന്നിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇട സൈഡ് മൊത്തം, അതായത് ഹൈവേയുടെ 2 സൈഡിൽ നടുക്കായിട്ട് മൊത്തം ഈന്തപ്പന നട്ട് നിർത്തിയിരിക്കുകയാണ്. ഫ്രണ്ടിൽ ആ ബോർഡ് കണ്ടോളൂ. റൈറ്റ് സൈഡിൽ ടെർമിനൽ, പ്രൈവറ്റ് ഏവിയേഷൻ, റോയൽ ടെർമിനൽ. ലെഫ്റ്റ് സൈഡ് സപ്പോർട്ട് ഏരിയ, കമ്മ്യൂണിറ്റി. പിന്നെ സൽമാൻ ഹൈവേയും കൂടെ ഉണ്ട്. സൽമാൻ ഹൈവേ ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് വേണ്ടി പോകുന്നുണ്ട്, കാണാൻ പറ്റുമെന്നോ. ലാൻഡിങ്ങിന് വേണ്ടി പോകുന്നുണ്ട്. ആ പനകളുടെ ഇടയിൽ കൂടെ നല്ല താന്നാണ്. ലാൻഡിങ്ങിൻ്റെ സെക്ഷനിലോട്ട് എത്തി, അതാണ് അങ്ങനെ. ഇവിടെ 110 സ്പീഡ്. സപ്പോർട്ട് ഏരിയ, കമ്മ്യൂണിറ്റി, ടെർമിനൽ എല്ലാം വലത്തോട്ട്. ഇവിടുത്തെ ലെഫ്റ്റാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കണ്ട ബോർഡ് കിങ് സൽമാൻ റോഡ്, കസീൻ. അതെല്ലാം 700 മീറ്റർ റൗണ്ട് ഇറങ്ങണം. നേരെ കാണുന്ന എയർപോർട്ട് റൺവേ ആണ്. ഫ്ലൈറ്റുകളൊക്കെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ലോങ് ആണ്, എനിക്കിപ്പോൾ സൂം ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് കറങ്ങി ഇറങ്ങുകയാണ്. ഒരു സൈഡ് സെൽഫി സ്റ്റിക്ക് വെച്ചാണ് പിടിക്കുന്നത്, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല, സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല.
റൗണ്ട് കറങ്ങി നമ്മൾ സൽമാൻ ഹൈവേയിലോട്ട് വന്നിറങ്ങിയിട്ടുണ്ട്. ഈ സൽമാൻ ഹൈവേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഡയറക്റ്റ് നേരെ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. എയർപോർട്ട് ടെർമിനൽ, അത് കഴിഞ്ഞ് അറാംകോ, അത് കഴിഞ്ഞ് നേരെ ഡയറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇവ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് അധികം പോയിട്ടില്ല, നമ്മൾ എയർപോർട്ട് വരെ പോയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം അറാംകോയുടെ എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടി കഫീലിന് വീട്ടിലെന്തോ സാധനം എടുക്കാൻ മറന്നിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയി. അതിന് മാത്രമേ എയർപോർട്ട് കഴിഞ്ഞ് ഞാൻ പോയിട്ടുള്ളൂ. അങ്ങോട്ട് മുന്നോട്ട് വഴിയുണ്ടെന്ന് തോന്നുന്നു, അറാംകോയുടെ വഴിയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇട സൈഡിൽ ചുമര് കാണുന്നില്ലേ, ഇത് മെട്രോ ലൈനാണ്, മെട്രോ പോകുന്ന ലൈനാണ്. നടുക്കൂടെ മെട്രോ പോകുന്നുണ്ട്, എയർപോർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മെട്രോ. പക്ഷേ ഇതൊന്നും ഇതുവരെ പാസഞ്ചേഴ്സിനെ കയറ്റി റണ്ണിങ് തുടങ്ങിയിട്ടില്ല. ഒത്തിരി നാളായി, എത്ര വർഷമായെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, വർഷങ്ങളായി. പക്ഷേ ഇതിങ്ങനെ ടയൽ റണ്ണിങ് പോലെ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തെരാപാര ഓടുന്നതാണ്. നമ്മളെ ഈ റോഡ് സൽമാൻ ഹൈവേ നേരെ ചെന്ന് പിന്നെ അടുത്ത് ഡൈവേഷൻ വരുന്നത് നമ്മുടെ കിങ് ഫഹദ് റോഡാണ്. മലിക് ഫഹദ് റോഡ് നേരെ വച്ച് പിടിക്കുന്നത് മദീനയാണ്, മദീന റോഡാണ്. മദീന ഹൈവേയിൽ വന്ന് കയറിയിട്ട് റൈറ്റ് കയറി നേരെ പോയിട്ട് മദീന ഹൈവേ റൈറ്റ് കയറി പോയിട്ട് പിന്നെ അടുത്ത് ഫസ്റ്റ് വരുന്നൊരു പാലമുണ്ട്, റൈറ്റ് അടിച്ച് നേരെ പോകുന്ന വർക്ക്ഷോപ്പ് ഏരിയയിലാണ്. പുതിയൊരു വർക്ക്ഷോപ്പ് ഏരിയയാണ്. അവിടെ ട്രെയിലറെല്ലാം ടിപ്പർ ട്രെയിലറെല്ലാം റൈറ്റ് പിടിച്ച് പോകും. അവർക്ക് റൈറ്റ് പിടിച്ച് പോകാൻ മാത്രമേ അനുമതിയുള്ളൂ. ലെഫ്റ്റ് സൈഡ് അടുത്ത ട്രാക്ക് ഓവർടേക്കിങ്ങിന് മാത്രം അനുമതിയുണ്ട്. റൈറ്റ് പിടിച്ച് പോയില്ലെങ്കിൽ ക്യാമറ ഉണ്ട്, ഫ്ലാഷ് ചെയ്ത് മുഖാലഫാകും. അതാണ് എല്ലാവരും മാന്യമായി റൈറ്റ് മാത്രം പിടിച്ച് പോകുന്നത്. 4 ട്രാക്കുള്ള റോഡാണ് വൺ സൈഡ് 4 വരിപ്പാത, ഡബിൾ സൈഡാണെങ്കിൽ 8 വരിപ്പാത. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഹൈറ്റിലുള്ള ഒരു പാലമുണ്ട്. അത് നമ്മളെ അബൂബക്കർ സിദ്ദീഖ് റോഡ് കണക്ട് ചെയ്യുന്നതാണ്. ഇതേപോലെ ഒരു പാലം ദമാമിലുണ്ട്. അത് നമ്മളെ ദഹ്റാൻ റോഡിൽ നിന്ന് തുക്ബ അസീസിയയിലോട്ട് തിരിയാൻ വേണ്ടിയിട്ട് റാഷിദ് മാളിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു പാലം. പക്ഷേ ഞാൻ കണ്ടു വെച്ച് അതിനേക്കാളും രാത്രിയൊക്കെ വരുമ്പോൾ നല്ല വ്യൂ കിട്ടുന്നത് ഈ പാലത്തിനാണ്. നല്ല അടിപൊളിയാണ്. ഇതിൽ അബൂബക്കർ സിദ്ദീഖ് റോഡിലൊക്കെ നല്ല തിരക്ക് വരുമ്പോഴത്തേക്ക് ആ ലൈറ്റിങ് നല്ല സൂപ്പറാണ്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാൻ തനിയെ വണ്ടിയിൽ പോകുമ്പോൾ അതിൻ്റെ വീഡിയോ പകർത്താൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ പറഞ്ഞ പോലെ അത് മുന്നിലാണ് വരുന്നത്. പല സൈഡിലൊരു ക്രെയിൻ കാണുന്നുണ്ടോ? അതിനെയൊക്കെ അടുത്തായിട്ട് റൈറ്റ് സൈഡ് അബൂബക്കർ സിദ്ദീഖ് റോഡ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റോഡ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ റിംഗ് റോഡ് വഴി വരുമ്പം എക്സിറ്റ് 6. വണ്ടികൾ ഇങ്ങനെ മേലിലോട്ട് കയറി പോകുന്നതാണ് നല്ല രസമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിലേ പോകാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരുമ്പോഴത്തേക്കും വീഡിയോ പിടിക്കാം. അത് രാത്രി വീഡിയോ പിടിച്ചാലേ അതിൻ്റെ ഒരു ഗുമ്മ് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ദമാമിലെ RCC പോകുന്ന ആ പാലത്തിനേക്കാളും ഹൈറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് അതിനേക്കാളും ലോങ് ഉണ്ട്, ദൂരമുണ്ട്. ഇത് അത്ര ലോങ് ഇല്ല, ഇത് ശകലം ലോങ്ങാണ്. അവിടെ നിന്ന് കയറി വന്ന് അങ്ങ് കറങ്ങി ചുറ്റി അങ്ങ് പോകണം, വളവ് തിരിഞ്ഞങ്ങ് പോകുന്നു. ഉണ്ട് ഈ പാലം എല്ലാ സൈഡിൽ കാണും. ഇത് മെട്രോ അല്ല, ഇത് നമ്മൾ അബൂബക്കർ സിദ്ദീഖുമായിട്ട് കണക്ട് ചെയ്യുന്ന പാലമാണ്. നമ്മളതിൻ്റെ അടിയിൽ കൂടെ എന്നൊക്കെ പോകണം. ഒരു പർവ്വതാ പോകുന്നു.
പ്രാവാണെന്ന് തോന്നുന്നു. കഫീൽ രാവിലെ മേഡത്തിനെ കൊണ്ട് എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പം നോക്കിയപ്പോഴത്തേക്കും മണി 7:30 മണി കഴിഞ്ഞതേ ഉള്ളൂ. 7 മണിയായപ്പോൾ എയർപോർട്ടിൽ കൊണ്ട് വിട്ടു. അപ്പോൾ പോയിട്ട് കാര്യമില്ല, 9 മണിക്ക് വർക്ക്ഷോപ്പ് തുറക്കും. ഞാൻ റൂമിൽ വന്നൊന്ന് ബാത്റൂമിലൊക്കെ പോകണ്ടായിരുന്നു. കുളിച്ചു, ഫ്രഷായി, സെറ്റായി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. ഇന്നലെ വാങ്ങിച്ച കുബൂസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാളായിട്ട് തേങ്ങ അരച്ച ചമ്മന്തി അത് അരച്ച് വെച്ചു. അതും കുബൂസുമായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കറിയാണ് ചമ്മന്തി. ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ ഗുമ്മാണ്, ഗും. ഈ പാലം കാണുന്നത് അബ്ദുൽ അസീസ് റോഡ്. ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോ. അബ്ദുൽ അസീസ് റോഡും സൽമാൻ ഹൈവേയുടെ ഇടയിലാണ് എൻ്റെ വീട്ടിലെ ഇളയ കൊച്ചിൻ്റെ ഡേ കെയർ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ പാലം ഇതാണ്. ഞാനിപ്പോൾ സൽമാൻ ഹൈവേ കൂടെയാണ് പോകുന്നത്. അബ്ദുൽ അസീസ് റോഡാണ് മേളിൽ കണ്ടത്. ഇനി നമുക്ക് നേരെ ഫ്രണ്ട് പോകുമ്പോഴത്തേക്കും ഒരു നീല മെട്രോ ലൈൻ കാണാം. നമുക്ക് അവിടെ നിന്നാണ് റൈറ്റ് പോകാനുള്ളത്. അത് കഴിഞ്ഞ ഉടനെ റൈറ്റ് എടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ കിങ് ഫഹദ് റോഡ് വന്ന് ജോയിൻ ചെയ്യും. എക്സിറ്റ് 4 കിങ് ഫഹദ് റോഡ്. നമ്മൾ ആ ബത്തേയിൽ നിന്നൊക്കെ ഡയറക്റ്റ് വരുന്ന റോഡ് കിങ് ഫഹദ് റോഡ്. കിങ് ഫഹദ് റോഡിൻ്റെ അടുത്തായിട്ടാണ് വലയ സ്ട്രീറ്റ് പറഞ്ഞത്. അവിടെയാണ് എൻ്റെ മേഡത്തിൻ്റെ ഓഫീസ്. മിക്ക ദിവസങ്ങളിൽ ഞാൻ കിങ് ഫഹദ് റോഡ് യൂസ് ചെയ്യാറുണ്ട് വീട്ടിൽ തിരിച്ചു പോകാൻ, മേഡത്തിനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കിങ് ഫഹദ് റോഡ് എക്സിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ട്രാക്ക് മാറിയിട്ടുണ്ട്. ട്രെയിലർ ലെഫ്റ്റാണ് പോകുന്നതെന്നാണ് അറിവ്. അതുകൊണ്ട് നമ്മൾ റൈറ്റ് പിടിക്കാം. കൽക്കസി മദീന. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുക. മേലെ കാണുന്ന അത് കറക്റ്റായി പറയുകയാണെങ്കിൽ അത് വലിയ റോഡിൽ കൂടെയാണ് ഈ ബ്ലൂ ലൈൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതും കഴിഞ്ഞിട്ടാണ് പാസ് ചെയ്താണ് ഫഹദ് റോഡ് കയറുന്നത്. ട്രെയിലർ മണ്ണ് കൊണ്ടുപോകുന്നു. നെറ്റൊക്കെ ഇട്ട് മൂടി സെറ്റപ്പാക്കിയാണ് പോകുന്നത്. ഇത് ശകലം ഓപ്പണായിരുന്ന് മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഫോട്ടോ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഫൈന് വരും. അതുകൊണ്ട് മാക്സിമം അവർ എല്ലാം മൂടി കിട്ടിയേ പോകും. ഇതിപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മലിക് ഫഹദ് റോഡ്, കിങ് ഫഹദ് റോഡ്. ഇത് ഡയറക്റ്റ് നേരെ പോയി കഴിഞ്ഞാൽ മദീനയിലോട്ട് പോവാം. ഞാനൊരിക്കൽ ഉംറയ്ക്ക് പോയിട്ട്, ഈ ഇടയ്ക്ക് ഉംറയ്ക്ക് പോയിട്ട് ഇതിലെയാണ് തിരിച്ചു വന്നത്. ബസ്സിലാണ് പോയത്. അന്നൊന്നും ഞാൻ ചാനലിൽ വീഡിയോ ഇട്ട് അത്ര വീഡിയോ ഇടാനുള്ള ഇതല്ലായിരുന്നു. കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ മെമ്മറി സ്പേസ് കുറവായതുകൊണ്ട് കുറേയൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് വിവരിക്കാനുള്ള അറിവും ഇല്ല. ഞാൻ ബസ്സിലൂടെ പോകുമ്പോഴത്തേക്കും പല അടിപൊളി മലനിരകളും ഇതൊക്കെ കണ്ടായിരുന്നു തായിഫിലെ. പക്ഷെ അപ്പോഴ് യാത്രയുടെ ക്ഷീണം ബുദ്ധിമുട്ടും കാരണം വിവരിക്കാനുള്ളൊരു മൈൻഡ് വന്നില്ല. നമ്മളൊരു 10 മിനിറ്റിനകത്ത്, 10 മിനിറ്റ് വേണ്ട, നമ്മൾ വർക്ക്ഷോപ്പിൽ ചെന്നെത്തും. 8:55 കഴിഞ്ഞു. വർക്ക്ഷോപ്പ് തുറക്കുമ്പോൾ തന്നെ വണ്ടി കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ ഇനി തന്നെ പണി തുറക്കാൻ വേണ്ടിയിട്ടാണ് കഫീലിൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് രാവിലെ നേരത്തെ കൊണ്ടുപോകാൻ പറഞ്ഞത്. വർക്ക്ഷോപ്പ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വണ്ടി അവിടെ എത്തിക്കാം. ഇപ്പോൾ ഇവിടുത്തെ സ്പീഡ് 120. കിങ് ഫഹദ് റോഡ് ഈ നമ്മൾ സൽമാൻ ഹൈവേ കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 120. അതിന് മുമ്പ് കിങ് ഫഹദ് റോഡ് 100 ഉള്ളൂ സ്പീഡ്. നേരെ ഫ്രണ്ടിലൊരു പാലം കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. വീഡിയോയിൽ ക്ലിയർ ആണോന്ന് അറിയില്ല. ആ പാലം മേലിൽ കറങ്ങി ചുറ്റി വരണം. റിയാദ് ഗോൾഫ് ക്ലബ്ബ് 13 കിലോമീറ്റർ.
ഇവിടെ ഗോൾഫ് ക്ലബ്ബൊക്കെ ഉണ്ട്. നോർത്ത് ഇൻഡസ്ട്രി സിറ്റി വെഹിക്കിൾ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ. വണ്ടി ഇവിടെ ഫാക്സ് എടുക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. കമ്പ്യൂട്ടർ ടെസ്റ്റ് അൽ യമാമ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അൽ യമാമ യൂണിവേഴ്സിറ്റി. ഇവിടെ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 80 സ്പീഡ് ലിമിറ്റ്. ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ക്യാമറ ഉണ്ടെന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. ക്യാമറ കാണും, എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വെച്ചിരിക്കും ഒളിപ്പിച്ച്. അങ്ങനെ യമാമ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള പാലത്തിൽ നിന്ന് യു-ടേൺ അടിക്കുകയാണ്. യു-ടേൺ സ്പീഡ് കണ്ട 50 വന്ന് അത് 30 തിരിയണം. ഷാർപ്പാണ് വളവ്. ഷാർപ്പ് വളവായതുകൊണ്ട് അത്രയും സ്പീഡ് കുറച്ചേ വരാവും. കാണുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗങ്ങളാണ്. ഒരു സ്റ്റേഡിയം കാണുന്നുണ്ട്, ഫുട്ബോൾ സ്റ്റേഡിയം. ഇവിടെ പിന്നെ എവിടെ തിരിഞ്ഞു നിന്നാലും ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാവും. സൗദിയിൽ ഫുട്ബോൾ ആരാധകർ ഇഷ്ടം പോലെയുണ്ട്. കൂടുതലും 99% ആൾക്കാരും ഫുട്ബോളാണ് ഹരം. പിന്നെ 1% ആൾക്കാർ താല്പര്യമില്ലാത്തവർക്കാണ്. ഇനി അടുത്ത ദൂക ഫ്രണ്ടിലൊരു അൽറീസിൻ്റെ പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. ആ പമ്പിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് റൈറ്റ് എടുത്ത് നേരെ പോകുന്ന വർക്ക്ഷോപ്പ് ഏരിയയിലോട്ടാണ്. ന്യൂ സനയ പുതിയ വർക്ക്ഷോപ്പ് ഏരിയ. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കേണ്ടത്. ചങ്കൻ പോകുന്നുണ്ട്. ചങ്കൻ ഫ്രണ്ടിൽ പോകുന്ന ചങ്കൻ. കാണുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗങ്ങളാണ്. യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് ഇവിടെ പുതിയ ഏരിയകളാണ്. വീടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഫ്ലാറ്റല്ല, വില്ലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ തൊട്ടടുത്ത് വർക്ക്ഷോപ്പിൻ്റെ തൊട്ടടുത്ത് ഇപ്പം നേരത്തെ ഹോട്ടലോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ആദ്യം വരുന്ന സമയത്ത് ഇപ്പോൾ ഹോട്ടലായി. ആദ്യം വന്നത് അൽബൈക്കാണ്, റോസ്റ്റഡ്. സൗദിയിലെ എല്ലാവർക്കും അത്ര ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. അൽബൈക്ക് എന്ന് പറഞ്ഞൊരു ഫേമസ് റോസ്റ്റഡ് കടയാണ്. റോസ്റ്റഡ് ബർഗർ എല്ലാം ഉണ്ട്. ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് ഭയങ്കര താല്പര്യമാണ്. സ്ഥിരമായി കഴിഞ്ഞാൽ ആർക്കും താല്പര്യം കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഏത് അൽബേക്കിൻ്റെ മുന്നിൽ പോയിരുന്നാലും നല്ല തിരക്കുണ്ടാവും. അതിനകത്ത് ഇഷ്ടംപോലെ സ്റ്റാഫും ഉണ്ടാവും. പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. നമ്മുടെ വർക്ക്ഷോപ്പ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി വർക്ക്ഷോപ്പുകാരൻ്റെ അടുത്ത് പണി എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കണം. പണി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. വണ്ടി എടുത്ത് ഓടിച്ച് നോക്ക് എന്തൊക്കെ ശബ്ദങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പരിഹരിക്കണമെന്ന് പറയണം. എത്ര സമയമെടുക്കും, ഇപ്പോൾ വണ്ടി കിട്ടും. എന്തായിരുന്നാലും ഇവിടെ നിന്ന് വണ്ടി മേടിച്ചുകൊണ്ട് പോകാനേ പറയുള്ളൂ. മുമ്പൊക്കെ വണ്ടി കൊടുത്തിട്ട് വീട്ടിൽ പോകാൻ പറയും. വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വന്നെടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ഇപ്പം ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അവർ കള്ളപ്പണി ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ കപിൽ പറഞ്ഞു, കൂടെ നിന്ന് പണി എടുപ്പിച്ചിട്ട് വന്നാൽ മതി, വണ്ടി ഇട്ടിട്ട് നീ പോകേണ്ടവരടുത്ത്. ഇവിടെയാണ് സ്പെയർ പാർട്സുകൾ മേടിക്കാൻ വരുന്ന സ്ഥലം. എല്ലാം സ്പെയർ പാർട്സ് ഇടാനാണ്. നിരന്നിരിപ്പുണ്ട്. ബെൻസിൻ്റെയും എല്ലാ കമ്പനി വണ്ടികളുടെയും ഉണ്ട്. നേരെ കാണുന്നത് പള്ളിയാണ്, മസ്ജിദാണ്. കാണുന്ന ഒരു പച്ച ബോർഡ് ഉണ്ടോ, മൈക്കാർ. നേരത്തെ ഒരു റെഡ് ബോർഡായിരുന്നു. അതൊക്കെ ഇപ്പം ബോർഡൊക്കെ മാറ്റി നല്ല വൺ സെറ്റപ്പ് ആക്കി.
വർക്ക്ഷോപ്പ് ഏരിയയിൽ വന്നു. വർക്ക്ഷോപ്പ് തുറന്നിട്ടുണ്ട്. കറക്റ്റ് സമയത്തിന് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. സ്റ്റാഫുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കണ്ടോ, ഇപ്പോൾ വന്ന് കയറുന്നുള്ളൂ സ്റ്റാഫുകൾ. നമ്മൾ വണ്ടി ആദ്യം വർക്ക്ഷോപ്പിലോട്ട് കയറ്റിട്ട് ഇവിടെ ആളുണ്ടാകാൻ നോക്കാം. അങ്ങനെ വന്നു, വർക്ക്ഷോപ്പ് ഏരിയയിൽ വന്നു. വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി. ആരെയും കാണാനില്ല. ചെറുക്കമുണ്ട്. ഹലോ, നമസ്കാരം ഗൈസ്. അങ്ങനെ വർക്ക്ഷോപ്പിൽ വണ്ടിയും കൊണ്ട് പോയി. പണി ചെറിയൊരു പണിയായിരുന്നു. അത് 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻജിൻ വാക്യൂം പമ്പ് ചേഞ്ച് ചെയ്തായിരുന്നു. അതിന് ഒരു ഹോസ് അന്നേ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ചെറിയായിട്ട് ഹാർഡ് ഉണ്ടായിരുന്നു, പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതന്ന് കട്ട് ചെയ്ത് റീകണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റിമൂവായി കിടന്നു. വേറൊരു ഹോസും കൂടെ റിമൂവായി കിടന്നു. 2 ഹോസ് റിമൂവായി കിടന്നുകൊണ്ടാണ് ആ ഒരു ശബ്ദം വന്നത്. വണ്ടിയിൽ എഞ്ചിനൊരു ചെറിയൊരു ശബ്ദം വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ തന്നെ സ്പോട്ടിൽ അത് ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് വണ്ടി നാളെ സ്കൂൾ ട്രിപ്പ് തുടങ്ങിയല്ലേ. പുതിയ അധ്യയന വർഷം സെപ്റ്റംബർ 1-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടി വന്ന് ഫുള്ളൊന്ന് റീചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. 2 ദിവസം മുമ്പ് ഞാൻ ചെക്ക് ചെയ്ത് തന്നെ. എഞ്ചിൻ ഓയിൽ, റേഡിയേറ്റർ വെള്ളം എല്ലാവരും ചെക്ക് ചെയ്ത് തന്നെയാണ്. ഇവിടെ നിന്ന് കൊണ്ടൊന്നും കൂടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവരെല്ലാം നോക്കിയിട്ട് എല്ലാം ഓക്കെയാണ്, വെക്കുമെന്ന് പറഞ്ഞു. കഫീലിൽ ഒരു പോലും ചിലവായില്ല. ഇതിന് മുമ്പ് വന്ന് പണി ചെയ്ത അതേ വർക്ക്ഷോപ്പ് ആയതുകൊണ്ടും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടും വർക്ക്ഷോപ്പുകാരൻ പൈസ ഒന്നും മേടിച്ചില്ല. അത് കഫീലിന് ലാഭമായി. ഇപ്പോൾ അടുത്ത വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്, അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. ഇനി പർച്ചേസിങ് ആണ്. പർച്ചേസിങ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കഴിഞ്ഞു പരിപാടി. ഇനി വൈകുന്നേരം രാവിലെ കൊണ്ട് വിട്ടാൽ മാഡത്തിനെ എയർപോർട്ടിൽ പോയി എടുക്കണം. അതൊക്കെ തന്നെ എന്നുള്ള ഡ്യൂട്ടി. ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടെങ്കിൽ കാണാം. ഞാൻ പറഞ്ഞില്ലേ, അബൂബക്കർ സിദ്ദീഖ് റോഡ് രാത്രി കാഴ്ച. ആ പാലത്തിൻ്റെ മേളിൽ കയറുമ്പോൾ അതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് അടുത്ത ദിവസം ഇന്ന് സ്കൂൾ തുറന്നായിരുന്നു. രാവിലെ പിള്ളേരെ കൊണ്ടുവിടാൻ കഫീലാണ് പോയത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റോഡ് രാത്രി കാഴ്ച, ആ പാലം കയറുമ്പോൾ ഉള്ള രാത്രി കാഴ്ച സെറ്റപ്പാണ്, അടിപൊളിയാണ്. അതിലോട്ട് ഇറങ്ങും. സൽമാൻ ഹൈവേയിൽ നിന്ന് ലോക്കൽ ഇറങ്ങി ഇനി ആ പാലത്തിലോട്ട് കയറാൻ പോവുകയാണ്. സൂപ്പർ ഒരു കാഴ്ചയാണ്. അവിടെ ചെറിയൊരു ട്രാഫിക് ഉണ്ട്. അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. സ്ഥിരമുള്ളതാണ് ഇവിടെ ഒരു ബ്ലോക്ക്. അടിപൊളി കാഴ്ചയാണ്. ആ പാലം കയറാൻ വേണ്ടി പോവാണ്. എന്ത് സുന്ദരമാണ് ഈ കാഴ്ചകൾ. സിംഗിൾ ട്രാക്കേ ഉള്ളൂ. പിന്നെ ഇതുപോലൊരു പാലം ദമാമിലുണ്ട്. CC റോഡല്ലാതെ വേറൊരു ദമാമിൽ തന്നെ ഒരു റോഡുണ്ട്. അടിപൊളി കാഴ്ചയാണ് കാണാൻ പോകുന്നത് നിങ്ങളെല്ലാവരും. അപ്പുറ സൈഡ് 2 സൈഡ് വണ്ടികൾ പോകുന്നുണ്ട. നല്ല ട്രാഫിക്കാണ്. ഞാനിപ്പോൾ പോകുന്നത് വീട്ടിലൊരു പൂച്ചയ്ക്ക് സുഖമില്ല. പൂച്ചയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്.
ഇഞ്ചക്ഷൻ എടുക്കാൻ. പൂച്ചയ്ക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് പോകുന്നത്. ഇത് തൊട്ടടുത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖ് റോഡിൽ ലോക്കലിൽ അനസ് ബിൻ മലിക് റോഡിന് തൊട്ട് മുമ്പായിട്ട് വലത് സൈഡിൽ മൈ പെറ്റ്സ് എന്നും പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അവിടെയാണ് നമ്മുടെ പൂച്ചയെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ട്രക്ക് പതുക്കെ മാറി ഒതുങ്ങി കൊടുക്കാം. സ്പീഡിൽ പോകാനുള്ളവർക്ക് സ്പീഡിൽ പോട്ടെ. നമുക്ക് അടുത്തെത്തി. നമുക്ക് വലത് സൈഡിലാണ് നമ്മളെ ക്ലിനിക്, പെറ്റ്സ് ക്ലിനിക്. ക്ലിനിക്കും അതിൻ്റെ എല്ലാം ഉണ്ട്. ഫുഡും പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതായത് ഇവിടെ വലത് സൈഡിൽ കാണാം മൈ പെറ്റ്സ്. ഇവിടെയാണ് വരുന്നത്. എഴുതിയിരിക്കുന്നുണ്ട് വെറ്റിനറി ക്ലിനിക്. ഇനി വണ്ടി പാർക്ക് ചെയ്യണം. ഓക്കെ, എന്തായിരുന്നാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.